കോൺഗ്രസ് എന്ന പാർട്ടിയിൽ ധാരാളം പ്രശ്നങ്ങളുണ്ട്. കരുത്തുറ്റ നേതാവാകാൻ രാഹുലിനോ പ്രിയങ്കയ്ക്കോ കഴിയുന്നില്ല. പാർട്ടിയിൽ ഗ്രൂപ്പ് വഴക്കുകൾ സജീവമാണ്. കേരളത്തിലും കെ സുധാകരനും ബി ഡി സതീശനും മൈക്കിനായി കടിപിടി കൂടുന്നു. മായും കായും ചേർത്ത് ചീത്ത വിളിക്കുന്നു. BJP എന്ന വമ്പൻ ശക്തിയെ മുന്നിൽ നിന്ന് വെല്ലുവിളിക്കേണ്ട ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയുടെ അവസ്ഥയാണത്. ഈ പോരായ്മകൾക്കിടയിലും അവർക്ക് ഉയർത്തിക്കാണിക്കാൻ ഒരു ജയൻറ്റ് കില്ലറുണ്ട്. ട്രബിൾ ഷൂട്ടർ എന്ന് വിളിപ്പേരുള്ള ഒരു നേതാവുണ്ട്. എതിരാളിയെ വെല്ലുവിളിച്ചും പരിഹസിച്ചും ഉറച്ച ശബ്ദത്തിലുള്ള ശക്തമായ പ്രസംഗം. കൊടുങ്കാറ്റ് വന്നാലും ആകാശം ഇടിഞ്ഞു വീണാലും ആരെയും കൂസാത്ത ഭാവം. കോൺഗ്രസിന് അങ്ങനെയൊരു നേതാവേ ഉള്ളൂ, DK ശിവകുമാർ. തൻ്റെ സ്വന്തം സംസ്ഥാനമായ കർണാടക ആയാലും കേരളമായാലും തെലങ്കാന ആയാലും പ്രചാരണത്തിനായി DK ശിവകുമാർ എത്തുന്നതോടെ ആളുകൾ തിങ്ങിക്കൂടുകയാണ്. ഒരു ദിവസമെങ്കിലും DK ശിവകുമാർ തങ്ങൾക്ക് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കർണാടകത്തിൽ കോൺഗ്രസിൻ്റെ എല്ലാ സ്ഥാനാർത്ഥികളും. അത്രത്തോളമുണ്ട് കർണാടകത്തിൽ പാർട്ടി പ്രവർത്തകർക്കിടയിൽ അദ്ദേഹത്തിൻ്റെ സ്വാധീനം. കേന്ദ്ര ഏജൻസികൾ വിടാതെ പിന്തുടരുന്ന ഒരാൾ കൂടിയാണ് DK ശിവകുമാർ. അതിസമ്പന്നനായ കോൺഗ്രസിലെ ഒരു നേതാവാണ് DK ശിവകുമാർ. EDയുടെ കേസിൽ 50 ദിവസം അദ്ദേഹം തീഹാർ ജയിലിൽ കിടക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം രാഷ്ട്രീയത്തിൽ കൂടുതൽ കരുത്താർജിക്കുന്ന ഒരു DKയെ ആണ് ജനങ്ങൾ കണ്ടത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേന്ദ്ര ഏജൻസികൾക്കെതിരെയും BJPക്കെതിരെയും നരേന്ദ്രമോദിക്കെതിരെയും ആഞ്ഞടിക്കാൻ കോൺഗ്രസിന് DKയേക്കാൾ മികച്ചൊരു നേതാവ് ഇല്ല എന്ന് തന്നെ പറയാം. 1980കളിൽ വിദ്യാർത്ഥി നേതാവായി രാഷ്ട്രീയ ജീവിതം തുടങ്ങിയയാളാണ് DK ശിവകുമാർ. 1989ൽ സാത്തന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നായിരുന്നു തെരഞ്ഞെടുപ്പിലെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ അംഗം. അന്ന് ജയിച്ചു കയറിയതിനു ശേഷം ഇന്നേ വരെ തോൽവി അറിഞ്ഞിട്ടില്ല DK ശിവകുമാർ. പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ മുതിർന്ന ജനതാദൾ നേതാവ് PGR സിന്ധ്യ, HD കുമാരസ്വാമി ഉൾപ്പെടെയുള്ളവരെ അദ്ദേഹം പരാജയപ്പെടുത്തി. ഈ സാത്തന്നൂർ മണ്ഡലം പിന്നീട് കനകപുര ആയപ്പോഴും DK ശിവകുമാറാണ് സ്ഥിരമായി അവിടെ മത്സരിച്ചതും വിജയിച്ചതും. DK എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ രക്ഷകനായി മാറിയത് എന്ന് നോക്കാം. 2002ൽ മഹാരാഷ്ട്രയിലെ വിലാസ് റാവു ദേശ്മുഖ് സർക്കാർ അവിശ്വാസ പ്രമേയം നേരിട്ടപ്പോൾ MLAമാരെ പാർട്ടി കർണാടകത്തിലേക്ക് ആയിരുന്നു മാറ്റി നിർത്തിയിരുന്നത്. കർണാടകത്തിൽ ഈ MLAമാർക്കുള്ള സംരക്ഷണ ചുമതല അവർ ഏൽപ്പിച്ചത് DKയെ ആയിരുന്നു. പിന്നീട് 2017ൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ അഹമ്മദ് പട്ടേലിൻ്റെ വിജയം ഉറപ്പാക്കാൻ വേണ്ടി ഗുജറാത്തിൽ നിന്നുള്ള MLAമാരെ ബാംഗ്ലൂരിലെ ഒരു റിസോർട്ടിൽ എത്തിച്ചപ്പോഴും DK ശിവകുമാറിനായിരുന്നു അവരുടെ സംരക്ഷണത്തിൻ്റെ ചുമതല. ആന്ധ്രാപ്രദേശ് PCC പ്രസിഡന്റ് YS ഷർമിളയെ പാർട്ടിയിൽ എത്തിച്ചതിന് പിന്നിലും DK ശിവകുമാറുണ്ട്. അവരുമായുള്ള ചർച്ചയ്ക്ക് ഹൈക്കമാൻഡ് നിയോഗിച്ചത് DK തന്നെയായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തെലങ്കാനയിൽ കോൺഗ്രസിന് ലഭിച്ച വൻ വിജയത്തിൽ DKയ്ക്ക് വലിയൊരു പങ്കുമുണ്ട്. ഇപ്പോൾ കർണാടക സംസ്ഥാനത്തെ 28 സീറ്റുകളിൽ 20 സീറ്റും നേടുമെന്നാണ് DKയും മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും പറയുന്നത്. ജൂൺ 4-ന് ശേഷം ഈ അവകാശവാദം ശരിയാവുകയാണെങ്കിൽ DKയുടെ കരുത്ത് ഒന്നുകൂടി കൂടുമെന്നതിൽ സംശയമില്ല. തീഹാറിലെ 50 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം DK ശിവകുമാർ തൻ്റെ താടി വടിച്ചിട്ടില്ല. ഒരു ലക്ഷ്യം പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ ഈ താടി കളയൂ എന്നാണ് താടിയെക്കുറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹം ഒരു ഉത്തരമായി പറഞ്ഞത്. എന്നാൽ ആ ലക്ഷ്യം എന്താണെന്ന് ഇതുവരെ DK വെളിപ്പെടുത്തിയിട്ടില്ല. കള്ളപ്പണം വെളുപ്പിച്ചെന്ന കേസിൽ 2019 സെപ്റ്റംബർ 3-നാണ് ED അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. പിന്നീട് ഒക്ടോബർ 30-നാണ് DK ജാമ്യത്തിലിറങ്ങിയത്. തീർച്ചയായും ED തന്നെ തേടി വന്നെങ്കിൽ അതിനു പിന്നിൽ മോഡിയും ഉണ്ടെന്ന് DKയ്ക്ക് നന്നായി അറിയാം. അതുകൊണ്ട് മോഡിയുടെ വീഴ്ചയ്ക്ക് ശേഷമായിരിക്കും DK ശിവകുമാറിൻ്റെ താടിവടിക്കൽ നടക്കുക. തമ്മിൽ പാരവെക്കുന്ന കോൺഗ്രസ് നേതാക്കളും ചായക്കടയിലും ബേക്കറിയിലും കയറി ഷോ കാണിക്കുന്ന നേതാക്കളും കണ്ടു പഠിക്കണം ഈ ശക്തനായ നേതാവിനെ. തങ്ങളുടെ യഥാർത്ഥ ശത്രു BJP ആണെന്ന് തിരിച്ചറിയുന്ന അപൂർവം കോൺഗ്രസ് നേതാക്കളിൽ ഒരാളാണ് DK ശിവകുമാർ.